ഹലോ നമസ്കാരം, ഞാൻ ഹക്കീം എ തെക്കേപ്പീടിക. ഇതാണ് ട്രോളുകളിൽ നിറഞ്ഞു നിൽക്കുന്ന കാവശ്ശേരി കൈനിച്ചുങ്ങ് മുതൽ പഴമ്പാലക്കോട് തോട്ടുമുള്ള വരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന എക്സ്പ്രസ് ഹൈവേ. തരൂർ നിയോജകമണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഈ റോഡ്. ആദ്യം കുഴൽമന്ദം അസംബ്ലിയുടെ ഭാഗമായിരുന്നു, പിന്നീട് തരൂർ അസംബ്ലിയായി. 2 അസംബ്ലി മണ്ഡലങ്ങളും രൂപീകരിച്ച കാലം മുതൽ ഇന്നേ വരെ ഈ മണ്ഡലത്തിനെ പ്രതിനിധാനം ചെയ്തിരിക്കുന്നത് LDFൻ്റെ MLAമാരാണ്. അതിൽ AK ബാലൻ അവർകൾ 2 തവണ മന്ത്രിയായിരുന്നു. ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത, കഴിഞ്ഞ 30 വർഷത്തോളം കാലമായി ഓട്ടയടയ്ക്കൽ പ്രക്രിയയില്ലാതെ ഈ റോഡിൽ ഫുൾ ടാറിങ് ചെയ്തതായി ഇവിടുത്തെ കാർന്നോമാർക്ക് പോലും അറിവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിരുന്നാലും ഈ റോഡ് ഇങ്ങനെ കിടക്കേണ്ട ഒരു റോഡല്ല. കാരണം അറിയാൻ കഴിഞ്ഞത് ഇതൊരു സ്റ്റേറ്റ് ഹൈവേ ആയി മാറേണ്ട ഒരു റോഡായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ടാവാം 2016 അന്നത്തെ മന്ത്രിയായിരുന്ന AK ബാലൻ അവർകൾ ഈ 8 കിലോമീറ്റർ പണിയുന്നതിന് 36 കോടി രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞ് വലിയ ഫ്ലക്സുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഭരണാനുമതിയും സാമ്പത്തിക അനുമതിയും ലഭിച്ചിട്ട് ഈ റോഡിന് ഈ കാണുന്ന ഈ പ്രദേശത്തെ സ്ഥലം വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ളൊരു കാരണം, വിട്ടുകൊടുക്കാതെയാണോ അതോ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടത്ര സമ്മർദ്ദം ചെലുത്താതെയാണോ എന്നറിയില്ല. എന്തായാലും സാങ്കേതിക അനുമതി ലഭിച്ചിട്ടില്ല എന്നുള്ള കാരണത്താൽ ആ ഫണ്ട് ലോപ്സായിപ്പോയി. 30-ലധികം സ്വകാര്യ ബസ്സുകളും 3-4 ദീർഘദൂര ബസ്സുകളും യാത്ര നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ്. കൊല്ലങ്കോട് ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗങ്ങളിലേക്ക് പോകുന്ന ഒരു ഷോർട്ട് കട്ട് റോഡ് കൂടിയാണ് ഈ റോഡ്. സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്പിറ്റൽ തുടങ്ങിയ പ്രദേശത്തേക്ക് ആയിരക്കണക്കിന് ആളുകൾ ദിനംപ്രതി ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഈ റോഡ്. ഇതിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ H-ലും 8-ലും അത്രത്തോളം നൈപുണ്യം നേടിയവർക്ക് മാത്രമാണ് ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ കയ്യോ കാലോ ഒടിഞ്ഞ് വീട്ടിൽ കിടക്കേണ്ട അവസ്ഥ ഉണ്ടാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ റോഡ് പണി നടക്കാതെയാണ് 3 പാലങ്ങൾ പൊളിച്ചിട്ട് ഈ പ്രദേശത്തെ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാക്കി. തോട്ടുമുള്ള പാലം, തോണിക്കടവ് പാലം, അതുപോലെ തന്നെ പത്തനാപുരം പാലം. എന്നിരുന്നാലും ഈ റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുഷ്കരം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ന്യായീകരണക്കാർ പറയുന്നത് മഴ പെയ്തത് കൊണ്ടാണ് പണി നടക്കാത്തത് എന്നാണ് ചില ആളുകൾ അവകാശവാദം ഉന്നയിക്കുന്നത്. എങ്ങനെയൊക്കെയാണെങ്കിലും 2 സൈഡിലും JCB വന്ന് ചാലൊക്കെ കീറി മെറ്റലൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആളുകൾ ധരിച്ചു ഇത് റോഡ് പണി ആരംഭിച്ചു എന്നാണ്. പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് ഇത് ജലജീവൻ മിഷൻ്റെ ഭാഗമായി അവർ ചാലെടുത്ത ഭാഗത്ത് മെറ്റലിംഗ് ചെയ്യുന്നതാണെന്ന്. ദിനംപ്രതി അപകടം പെരുകുന്നത് നിത്യസംഭവമാണ്. ചില കുഴികളിലൊക്കെ വീണ് കുട്ടികൾ അപകടത്തിൽപ്പെട്ട് ആയിരക്കണക്കിനും 10,000-കണക്കിന് രൂപ ചെലവഴിച്ച് ഇപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ശരിയാക്കി തരും എന്ന പപ്പുവിൻ്റെ ഡയലോഗ് പറയാതെ എന്ന് ശരിയാക്കി തരും എന്നാണ് പൊതുജനത്തിന് അറിയേണ്ടത്.